സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച മുതൽ. മാസപ്പിറവി കണ്ടതായി വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ബുധനാഴ്ച ഷഹബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് ഗാസിമാർ സംയുക്തമായി തീരുമാനമെടുത്തത്. അതേസമയം സൗദി അറേബ്യയിലെ തുമൈറിൽ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതലാണ് റമദാൻ വ്രതാരംഭം. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ഷബാൻ 30 പൂർത്തീകരിച്ച് ഫെബ്രുവരി 19 വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ ഖാസിമാർ സംയുക്തമായി തീരുമാനമെടുക്കുകയായിരുന്നു. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച വ്രതം ആരംഭിക്കുമെന്ന് സാദിഖ് അലി തങ്ങളും പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും അറിയിച്ചു. ഷബാൻ 29 ചൊവ്വാഴ്ച റമദാൻ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാദി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി C മുഹമ്മദ് ഫൈസി എന്നിവരും പ്രതികരിച്ചു. ഷബാൻ 29 ഇന്ന് റമദാൻ മാസപ്പിറവി കാണുകയാണെങ്കിൽ വിളിച്ചറിയിക്കണമെന്ന് സംയുക്ത ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ നേരത്തെ അറിയിച്ചിരുന്നു. മാസപ്പിറ കാണുന്നതിനായി കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. സൗദി അറേബ്യയിലെ തുമൈറിൽ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് വ്രതാരംഭം. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് മാസപ്പിറവി സ്ഥിരീകരിച്ചത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ചൊവ്വാഴ്ച മാസപ്പിറ ദർശിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.